ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഈ പൊരി വെയിലത്തെ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, ഞങ്ങൾ ഇനി കാനഡയിൽ 2 ദിവസമേ ഉള്ളൂ. എന്താണ് ഏതാണെന്നുള്ളതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഫുള്ളായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടിട്ട് വരണേ. അപ്പോൾ അവസാനത്തെ ആ 2 ദിവസം ഞങ്ങൾ എങ്ങനെയൊക്കെ ചിലവഴിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇപ്പം ഞങ്ങൾ തിരക്ക് പിടിച്ച് പോകുന്നത് ഒരു സോവിനിയർ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഹാലിഫാക്സിൻ്റെ ഒരു സോവിനിയർ വാങ്ങി വെക്കണമല്ലോ. നമ്മൾക്ക് ഏറ്റവും സന്തോഷങ്ങളൊക്കെ തന്ന ഒരു സ്ഥലം തന്നെയാണ് ഹാലിഫാക്സ്. അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ഹാലിഫാക്സിൻ്റെ ഓർമ്മയ്ക്ക് ഞങ്ങൾ എന്തെങ്കിലും വാങ്ങി വെക്കാമെന്ന് വിചാരിച്ചു. ഈ ലാസ്റ്റ് സമയത്താണ് അതിനും ഞങ്ങൾക്ക് ടൈം കിട്ടിയത്. അങ്ങനെ നമ്മൾ വാട്ടർ ഫ്രണ്ടിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡിഫറെൻറ്റ് സാധനങ്ങൾ ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഇങ്ങോട്ട് പോകുന്നതാണ്. ഉണ്ണിക്ക് ഏതാടാ ഇഷ്ടമായി? I like this. ഏതോ ഇന്നത്തെ വീഡിയോ എനിക്ക് വളരെ സ്പെഷ്യലാണ് കേട്ടോ. കാരണം കുറച്ച് ഇമോഷണൽ വീഡിയോ ആണ്. അത് വഴിയെ മനസ്സിലാവും. മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. ചെയ്തോടാ, ചെയ്തോ. Amma, okay, Amma. You do this. I do this. ഇനി ബീവർ ടൈൽസ് എപ്പോൾ കഴിക്കാനാ? അങ്ങനെ ബീവർ ടൈൽസിലേക്ക് വന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇവിടുത്തെ പിസ്ത ഭയങ്കര ഇഷ്ടമാണ്. സാധനം കിട്ടിയിട്ടുണ്ട്, പക്ഷേ കട അടയ്ക്കാറായി തോന്നുന്നു. അപ്പം പ്രജേട്ടൻ കയറി പോയിട്ടുണ്ട്. എന്തെങ്കിലും വാങ്ങാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ട്. അമ്മ ഹെൽപ്പ് ചെയ്യണം. Yes, guys, it's so good. ഉണ്ണി, ഞങ്ങൾ അവിടുന്ന് നേരെ പോകുന്ന കുറച്ചും കൂടി ക്ലീനിങ് പരിപാടികളുണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് നേരെ വന്നത് അനുവിൻ്റെ അടുത്തേക്കാണ്. ഇന്ന് ഞങ്ങൾ ഇവിടെയാണ് സ്റ്റേ. ഇന്ന് അനുവിൻ്റെ അടുത്തും നാളെ രേഖയുടെ അടുത്തുമാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. ഞങ്ങളെല്ലാവരും ഒരേ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ സ്റ്റേ ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇപ്പം നമുക്ക് ഒന്നുമില്ലല്ലോ, ബെഡെല്ലാം നമ്മൾ കൊടുത്തയച്ചു, എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇന്ന് അനുവിൻ്റെ അടുത്ത് സ്റ്റേ ചെയ്യാണ്. അനു അടിപൊളി പാവ് ഭാജി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പാവ് ഭാജി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അനു ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് അനു ഉണ്ടാക്കിയതാണ്. ഈ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നല്ല ഓർമ്മകളൊക്കെ നമുക്ക് പിന്നെയും പിന്നെയും കാണാമെന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഹാലിഫാക്സിൽ ഒരുപാട് ഫ്രണ്ട്സ് ഒന്നുമില്ല, പക്ഷേ ഉള്ള ഫ്രണ്ട്സ് വളരെ പ്രിയപ്പെട്ടതാണ്. അനുവിൻ്റെ ഈ പാവ് ഭാജി റെസിപ്പി ഞാൻ അനുവിനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. പക്ഷേ അനുവിൻ്റെ അത്ര ടേസ്റ്റ് ഞാൻ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് കിട്ടിയില്ല. Yummy, yummy. യമ്മി യമ്മി ഭാജി. പിന്നീട് ആ രാത്രി ഒരു 1:30 വരെയൊക്കെ ഞങ്ങൾ ഇരുന്ന് കഥ പറച്ചിലായിരുന്നു. ഇനി 1 ഡേ കൂടിയേ ഉള്ളൂ നമ്മൾ ഹാലിഫാക്സിനോട് വിട പറയാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞങ്ങൾ നേരെ പോകുന്നത് മെയ്ക്കുട്ടിയുടെ സ്കൂളിലേക്കാണ്. ഉണ്ണി, ഇവിടുത്തെ ഉണ്ണിയുടെ ലാസ്റ്റ് ദിവസമാണല്ലേ? Are you happy? Are you sad? Are you excited about going to new home? എക്സൈറ്റഡ്. പക്ഷെ ഉണ്ണി എല്ലാവരും മിസ് ചെയ്യോ സ്കൂളിലെ ഫ്രണ്ട്സിനെ? ഓക്കെ. ഉണ്ണിയുടെ ഡേ കെയർ ആദ്യമായിട്ട് ഉണ്ണി പോയ സ്ഥലം
അതിൻ്റെ മുന്നിലെത്തിയപ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. ഇപ്പം ഞങ്ങൾ പോകുന്നത് മീഡിയ സ്കൂളിലേക്കാണ്. എല്ലാവരോടും കണ്ട് യാത്ര പറയാനുണ്ട്. പിന്നെ അവളെ കുറച്ച് സാധനങ്ങളുണ്ട് സ്കൂളിൽ, അതെടുത്തിട്ട് പോരണം. അങ്ങനെ കുറച്ച് പരിപാടികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്. സ്കൂളിലെത്തി. ഇന്ന് ഓറഞ്ച് ഡേ ആണ്. കുട്ടികളൊക്കെ ഓറഞ്ച് ഡ്രസ്സായിരിക്കും. ഇവളകത്ത് ഓറഞ്ച് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ തണുപ്പുണ്ടാവുകൊണ്ട് Thank you. She has talent on drawing. Yeah, painting on drawing. Yeah, everything. So thank you for it. Alright. മേഴ്ക്കുട്ടി അങ്ങനെ ഫ്രണ്ട്സിനോടൊക്കെ യാത്ര പറഞ്ഞു. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. മേഴ്ക്ക് അതൊരു ഭയങ്കര സങ്കടം ഞങ്ങൾക്കേ തോന്നി. കാരണം അവൾ പോവാൻ തുടങ്ങിയിട്ട് ഒരു മാസമല്ലേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അവൾക്ക് അവിടെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് പെട്ടെന്ന് കഴിഞ്ഞ പോലെയായി. ഞാനിവിടെ ക്ലീനിങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ്. എല്ലായിടവും നമുക്ക് ക്ലീൻ ചെയ്യണം. റൂമൊക്കെ കണ്ടില്ലേ, ഒഴിഞ്ഞു. ഇനി എല്ലായിടവും തുടച്ച് എല്ലാം റെഡിയാക്കി കൊടുക്കണം. ഈ വീട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വീടായിരുന്നു. ഇവിടെ നിന്ന് പോകുമ്പോൾ ചെറിയൊരു സങ്കടമുണ്ട്, പക്ഷെ കുഴപ്പമില്ല. മേഴ്ക്കുട്ടി ആദ്യമായി സ്കൂളിൽ പോയതും എല്ലാം ഇവിടെ തന്നെ ഒരു അറ്റാച്ച്മെൻറ്റ് ഈ വീടിനോട്. ഇവിടെ ക്ലീനിങ് ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ജെനിഫറും വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ലാസ്റ്റ് സമയത്തെ ആ ഒരു ഹറിബറി ഉണ്ടല്ലോ, അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയ്ക്കൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം അവർ വീണ്ടും പെയിൻറ്റൊക്കെ ചെയ്യും. എന്നാലും നമ്മുടെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി നമ്മൾ താഴെ അടക്കം ഫുൾ തുടച്ചിട്ടാണ് അവർക്ക് വീട് കൊടുത്തത്. ഉണ്ണി എന്താ ചോർമൊക്കെ ഏതോ ചെയ്യുന്നേ? പെയിന്റിങ്ങോ? ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ മീറ്റിംഗ് റൂമിലേക്ക് വന്നതാണ്. കുറച്ച് നേരം ഇവിടെ ഞങ്ങൾ ഇരുന്നു. മേരിക്ക് രാവിലെ അനു ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് കൊടുത്തതാണ്. അവൾ അതെടുത്ത് കഴിക്കാൻ തുടങ്ങുകയാണ്. ലഞ്ചും നമ്മളിന്ന് അനുവിൻ്റെ അടുത്തു നിന്നാണ്. പക്ഷേ ആ കീ നമ്മൾ എടുക്കാൻ മറന്നതിനാൽ കുറച്ച് നേരം ഇവിടെ പോസ്റ്റ് ആയേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ 606 ഈ കാഴ്ചകളോടൊക്കെ വിട പറയുകയാണ്. ഇന്നായിരുന്നു നമുക്ക് കീ ഹാൻഡ് ഓവർ ചെയ്യേണ്ട ദിവസം. നമ്മൾ നാളെ രാവിലെ പോകുമല്ലോ, അപ്പം നമുക്ക് അതിനൊന്നുള്ള സമയം കിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് തന്നെ അവരോട് പറഞ്ഞിരുന്നു കൊടുക്കാമെന്നുള്ളത്. വളരെയധികം സങ്കടമായി കേട്ടോ എനിക്ക് ആ സമയത്ത്. ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എനിക്ക് അത്രയും സങ്കടമാവും എന്നുള്ളത്. പക്ഷേ ഈ വീടിനോട് ഭയങ്കര ഞങ്ങൾ അറ്റാച്ച്ഡ് ആയിപ്പോയി. അപ്പം എല്ലാം ക്ലീൻ ചെയ്ത് ഞങ്ങൾ ഇന്ന് അവർക്ക് കീ ഹാൻഡ് ഓവർ ചെയ്യാണ്. അവസാനമായിട്ട് ഞാൻ ഒന്നുകൂടി ഈ വീടൊന്ന് വീഡിയോ എടുത്തതാണ്. എന്നേക്കും നമുക്കൊരു ഓർമ്മയാണല്ലോ. ഇന്ന് രാത്രി രേഖയുടെ വീട്ടിലാണെന്ന് പറയുന്നല്ലോ. അപ്പം രേഖ ചുടുചുരുന്ന് തന്നെ പുലാവൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നലെ അനു എനിക്ക് വേണ്ടിയിട്ട് പാവ് ബജി ഉണ്ടാക്കി തന്നു. ഇന്ന് രേഖ എനിക്ക് വേണ്ടിയിട്ട് ബോളി ഉണ്ടാക്കി തരുന്നു. യെസ്, നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഒരാൾ ഉണ്ടാക്കി തരിക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു ഭാഗ്യമല്ലേ. ആർക്കും അങ്ങനെയൊക്കെ കിട്ടുക എന്നറിയില്ല. ഇന്ന് ഞങ്ങളെല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടി ഒരു ഡിന്നറ്, പിന്നെ കുറച്ച് നേരം സംസാരിച്ച് പിരിയാന്നുള്ളതാണ്. ഇപ്പോഴത്തെ അവിടുത്തെ ഗംഭീര ചർച്ച എന്താണെന്നറിയോ? വെയിറ്റ് നോക്കിയപ്പോൾ വെയിറ്റ് കൂടുതലാണ്. ഇതിൽ നിന്ന് എന്തൊക്കെ ഒഴിവാക്കാം എന്നുള്ളതാണ് അവിടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്.
ഞാൻ അത്യാവശ്യത്തിന് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിരുന്നു. അത് ഞാൻ വീണ്ടും രേഖ തന്നെ ഏൽപ്പിച്ചു. പിന്നീട് ബോറിസ് വേഗം പോയിട്ട് ഒരു എക്സ്ട്രാ പെട്ടി കൊണ്ടുവന്ന് ഞങ്ങൾ അതിലേക്ക് കുറച്ച് മാറ്റി അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരുവിധം ഓക്കെ ആയിരിക്കുന്നത്. ഇവിടെ എന്നെ രേഖ ഭീഷണിപ്പെടുത്തി കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ ബോളി ഉണ്ടാക്കിയപ്പോൾ തന്നെ ചൂടോടെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വയറിൽ തീരെ സ്ഥലമല്ല. ബോറിസ് ബേബി. അതെ ഗൈസ്, ആ ദിവസം വന്നെത്തി. ഇന്ന് ഞങ്ങൾ പോവുകയാണ്. ഇനി എപ്പോൾ ഇവരെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ ഞങ്ങൾ അടുത്ത് തന്നെയാണല്ലോ, അങ്ങനെ ഒന്ന് സമാധാനിക്കാം. ജെനി എന്താണ് പറയാനുള്ളത്? ഐശ്വര്യമായിട്ട് യൂസിൽ കാല് വെക്കുക. ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം, മറക്കരുത്. ഫോൺ വിളിക്കും. അവിടുത്തെ വീഡിയോ ആണോ? Do well, I miss you. We'll miss you, Ardra. പിന്നീട് അവിടെയുള്ള നിമിഷങ്ങൾ ഞാൻ അധികം എടുത്തില്ല, കാരണം കുറച്ച് ഇമോഷണൽ ആയിരുന്നു. എല്ലാവരും പ്രിയപ്പെട്ടവർ തന്നെയാണല്ലോ, അതുകൊണ്ട് അവരെ വിട്ടു പോകുമ്പോൾ ഉള്ളൊരു സങ്കടം. മിസ് യു ഗൈസ്. ബൈ. ബൈ ഹാലിഫാക്സ്. Yes, yes, yes. Let's go. Inside.